പത്തനംതിട്ട കോടതി സമുച്ചയത്തിൽ ലിഫ്റ്റിൽ ജീവനക്കാരിയും കൊച്ചുമകളും കുടുങ്ങി. 3/4 മണിക്കൂറോളം കുടുങ്ങിക്കിടന്ന ഇരുവരെയും അഗ്നിരക്ഷാ സേനയെത്തി പുറത്തെത്തിച്ചു. രാവിലെ കോടതിയിലെത്തിയതാണ് ജീവനക്കാരി ലീലാമ്മ തോമസ്. ഒപ്പം കൊച്ചുമകൾ ഹൃദയെ. മുകളിലത്തെ നിലയിൽ നിന്നും താഴേക്ക് വരവെ 3-ാം നിലയിൽ വെച്ച് ലിഫ്റ്റ് പ്രവർത്തിക്കാതെയായി. ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് കോടതി പരിസരത്തുണ്ടായിരുന്നവർ ഇവരെ പുറത്തിറക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഇതോടെ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു. പത്തനംതിട്ട അഗ്നിരക്ഷാസേനാംഗങ്ങൾ സ്ഥലത്തെത്തി ആദ്യം ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇത് പരാജയപ്പെട്ടതോടെ വാതിൽ വെട്ടിപ്പൊളിച്ച് ഇരുവരെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചു. പിന്നെ നമ്മൾ വന്നു 2 മിനിറ്റിൽ ഒരു എടുക്കുന്നില്ലല്ലോ. ഇവിടെ പിന്നെ വന്നിട്ട് കീ ഉപയോഗിച്ച് തുറക്കുന്നതിന് നോക്കാൻ പറ്റും. പിന്നെ മുകളിൽ പോയി ലിഫ്റ്റ് കറക്കി എടുക്കണം. അതും മറ്റേ സ്ട്രിക്കായിരിക്കും. ഇങ്ങനെ നമ്മളെ ഹൈഡ്രോളിക് കിക്കുള്ള സ്പ്രെഡർ കൊണ്ടുവന്ന് സ്പ്രെഡ് അകത്തി അതിന്റെ ഡോർ അകത്തിയിട്ട് ആദ്യം മോളെ എടുത്തു. അത് കഴിഞ്ഞ് മോളുടെ വലിയ മെഷീൻ എടുത്തു. ലിഫ്റ്റ് ഫ്ലോറിന്റെ ഇല്ല. അതുപോലെ അവര് റിലാക്സ് ആയിട്ടുണ്ട്. നമ്മൾ വന്നപ്പോഴേ അത് ജസ്റ്റ് അകത്തിയിട്ട് അവരെടുത്ത് സംസാരിച്ചു. മോളെല്ലാം ആദ്യം ഒന്ന് മേടിച്ചെങ്കിലും പിന്നെ ലൈറ്റും ഫാനും ലിഫ്റ്റിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുവെന്നും മറ്റ് അസ്വസ്ഥതകളൊന്നും ഉണ്ടായില്ലെന്നും ലീലാമ്മ തോമസ്. 8:45 ഞങ്ങൾ ലിഫ്റ്റിൽ അകപ്പെട്ടതാ. അപ്പൊ തുറക്കാൻ പറ്റിയില്ല. ഗ്രീൻ ബട്ടണെ ഞെക്കിയപ്പം ഒട്ടും ആവുന്നില്ല. ബെല്ല് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തുറക്കും പിന്നെ തുറക്കും വിചാരിച്ച് ഇങ്ങനെ നിന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. അപ്പോഴാണ് ഞങ്ങൾ അതേ തട്ടാൻ തുടങ്ങി. അപ്പൊ പുറത്തൊരു ശബ്ദം കേട്ടപ്പം പിന്നെ സമാധാനമായി. ഇല്ല, അതിനകത്ത് ഈ വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നില്ല. ഫാനുണ്ടായിരുന്നു. കോടതി സമുച്ചയത്തിലെ ലിഫ്റ്റ് തകരാറിലാകുന്നത് പതിവാണെന്ന് ജീവനക്കാർ പറയുന്നു. ജനം, പത്തനംതിട്ട.